Any Brahmin or sufficiently high caste Hindu prisoner from his class, if eligible for appointment as cook. സെക്ഷൻ 59(12) പാർട്ട് 10 പ്രകാരം ഇന്ന് തുടങ്ങുന്ന ഇന്ത്യയിലെ ജയിൽ ചട്ടങ്ങളിലൊന്നിൽ എഴുതപ്പെട്ട ഒരു വാചകമാണിത്. തടവുകാരിൽ ബ്രാഹ്മണരോ ഹിന്ദു മേൽജാതിക്കാരോ ഉണ്ടെങ്കിൽ ജയിലിൽ പാചകവൃത്തിക്ക് യോഗ്യരാണ്. ശുചീകരണ പണികളിൽ താഴ്ന്ന ജാതിക്കാരെ നിയോഗിക്കാം. മറ്റ് പണികൾ തടവുകാരുടെ തൊഴിൽ പാരമ്പര്യമനുസരിച്ച് ജയിലിലും തുടരാം. തടവുകാരൻ്റെ സന്നദ്ധത അവിടെ ഘടകമാകരുത്. സ്വാതന്ത്ര്യം നേടി പതിറ്റാണ്ടുകൾ പിന്നിട്ട ഒരു മതേതര രാജ്യത്തെ ജയിൽ ചട്ടത്തിലെ ഈ ഒരൊറ്റ വരി മതി ജാതീയതയുടെ വലിപ്പം തിരിച്ചറിയാൻ. ജയിലിലെ ജാതി വിവേചനത്തെക്കുറിച്ച് ജൂലൈ 10 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് അസ്വസ്ഥപ്പെടുത്തുന്ന വിവരം എന്നാണ്. ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണിത്. ജാതി വിവേചനവും ചട്ടങ്ങളിലെ വിവേചനപരമായ പരാമർശങ്ങളും മാറ്റാൻ കേന്ദ്രം ഇടപെടണം. ജാതി തരംതിരിവ് പാടില്ലെന്ന നിയമം നിലനിൽക്കെ തൂട്ടിപ്പണി വിഭാഗം എന്ന് ജയിൽ ചട്ടത്തിൽ പരാമർശിക്കുന്നത് ലജ്ജാകരം. ചീഫ് ജസ്റ്റിസ് നിലപാടെടുത്തു. നാടോടികളായ ആദിവാസികൾക്ക് സ്വാഭാവിക ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന ജയിൽ മാനുവൽ പരാമർശവും തെറ്റാണ്. ഇതെല്ലാം നീക്കം ചെയ്യണം, കോടതി വ്യക്തമാക്കി. പക്ഷേ അതുകൊണ്ടെല്ലാം ഈ വിവേചനം ഇല്ലാതാകുമെന്ന് കരുതാനാകുമോ? ഇല്ല എന്നാണ് അനുഭവങ്ങളിലെ ഇന്ത്യ തരുന്ന ഉത്തരം. കാരണം ജാതി അടിസ്ഥാനത്തിൽ പണികൾ ചെയ്യേണ്ട അപ്രഖ്യാപിത അൺടച്ചബിലിറ്റി നടമാടുന്ന രാജ്യമാണിത്. ജയിലിലെ ജാതി പ്രശ്നങ്ങളും ചട്ടങ്ങളിലെ ജാതി വിവേചനവും വെളിപ്പെടുത്തി മാധ്യമപ്രവർത്തക സുകന്യ ശാന്ത ദ വയർ എന്ന മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് സുപ്രീം കോടതിയുടെ പ്രതികരണത്തിന് ആധാരം. പുലിറ്റ്സർ ഫണ്ടിൽ ചെയ്ത കോമൺവെൽത്ത് ഹ്യൂമൻ ഇനിഷ്യേറ്റീവ് പ്രോഗ്രാമിലെ പഠനം. വെളിപ്പെടുത്തലിൽ ആദ്യം ഇടപെട്ടത് രാജസ്ഥാൻ ഹൈക്കോടതി. മാനുവൽ പരിഷ്കരിക്കാൻ സംസ്ഥാനത്തോട് ഉത്തരവിട്ടു. സർക്കാരിനത് ചെയ്യേണ്ടി വന്നു. പക്ഷേ പഴയ സിസ്റ്റം ആവർത്തിക്കപ്പെടുന്നു ഇപ്പോഴും. അവസ്ഥ പല സംസ്ഥാനങ്ങളിലേതും ആയതിനാൽ ഹർജിക്കാരി സുപ്രീം കോടതിയിലെത്തി. അങ്ങനെയാണ് ഡിവിഷൻ ബെഞ്ച് ഇടപെട്ടത്. 18-കാരൻ ബിഹാറി യുവാവ് മോഷണക്കുറ്റത്തിന് രാജസ്ഥാനിലെ അൽവാർ ജില്ലാ ജയിലിലെത്തുന്നു. രജക് വിഭാഗക്കാരനെന്ന് ഉദ്യോഗസ്ഥർ അറിയുന്നു. ഇലക്ട്രിക് ഷോപ്പിലെ പണിക്കാരനായിരുന്ന അവന് പക്ഷേ ജയിലിൽ ചെയ്യേണ്ടി വന്നത് സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കും. അങ്ങനെ നിയോഗിക്കപ്പെടാൻ കാരണം ഒന്നേയുള്ളൂ: ജാതി. ആ ദളിത് പയ്യൻ 97 ദിവസം ജയിലിൽ കിടന്നു. പിന്നീട് കേസ് വ്യാജമെന്ന് തെളിഞ്ഞ് മോചിതനായി. ചെയ്യാത്ത കുറ്റത്തിന് ജയിൽവാസം. ജയിലിൽ ചെയ്യേണ്ടി വന്നതോ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കലടക്കമുള്ള പണികൾ. ഇതൊരു ഉദാഹരണം മാത്രം. ഇന്ത്യൻ ജയിലിൽ ഇങ്ങനെ എത്രയോ ജാതിവെറി കഥകൾ. ജയിലിലെ ജാതിക്ക് ജയിലിൻ്റെ മതിലിനേക്കാൾ വലിപ്പമുണ്ട്. പല സംസ്ഥാനങ്ങളും ചട്ടങ്ങൾ പല കാലങ്ങളിൽ പരിഷ്കരിച്ചു, വ്യവസ്ഥപ്പെടുത്തി. ഈ കേസോടെ ജയിൽ മാനുവൽ രാജസ്ഥാൻ സർക്കാർ പരിഷ്കരിച്ചു. പക്ഷേ നടക്കുന്നത് പഴയ സിസ്റ്റം തന്നെ. ബംഗാൾ, ബീഹാർ, UP, മധ്യപ്രദേശ്, ഹരിയാന, തമിഴ്നാട് അടക്കം 12-ലധികം സംസ്ഥാനങ്ങൾ ജാതി വിവേചനമുള്ള ജയിൽ ചട്ടവുമായി ഇപ്പോഴും മുന്നോട്ടു പോകുന്നു. തമിഴ്നാട്ടിലെ പാളയംകോട്ടെ ജയിൽ ജാതി പ്രശ്നത്തിന് കുപ്രസിദ്ധമാണ്. മധുരൈ, തിരുനെൽവേലി ജയിലുകളും സമാനം. മേൽജാതി തടവുകാരുടെ സെല്ലിൽ ദളിതരെ പ്രവേശിക്കാത്ത തരം ബാരക്കുകളും അലിഖിത നിയമങ്ങളും. രാജ്യത്തെ ജയിൽ നടപ്പുകളിലെ ജാതീയതയെക്കുറിച്ച് പൊതുവായി ഇങ്ങനെ ചുരുക്കി പറയാം: മനുസ്മൃതിയുടെ അനുശാസനം.